അർജൻറ്റീന കാബോ വെർദെ മത്സരത്തിൽ അർജൻറ്റീന തോൽക്കുമെന്ന് ഘാനയിലെ മന്ത്രവാദിയുടെ പ്രവചനം വന്നു. മന്ത്രവാദി നാനാ കൊയ്ക്ക് ബൊൻസാം ചില്ലറക്കാരനല്ല. ഘാനയിലെ ഈ മത്സരം അദ്ദേഹം പ്രവചിക്കുന്നത് അനുസരിച്ച് നേരത്തെ നടത്തിയ ചില പ്രവചനങ്ങൾ ഏകദേശം ശരിയായി വന്നതുകൊണ്ടാണ് ആൾക്കാർ ഈ മന്ത്രവാദിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്ന അടുത്ത അർജൻറ്റീന കാബോ വെർദെ മത്സരത്തിൽ അർജൻറ്റീന പരാജയപ്പെടുമെന്ന്. അർജൻറ്റീനയിലെ ആരാധകരെ അത് ചൊടിപ്പിച്ചിട്ടുണ്ട്. ആരാധകരെല്ലാം അവരുടെ ഫേസ്ബുക്കിലൊക്കെ അർജൻറ്റീന വിജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രവചനം ലോകത്തിലെ ഫുട്ബോൾ പ്രേമികളെല്ലാം കാതോർത്തിരിക്കുകയാണ്. കാരണം നേരത്തെ നടത്തിയ ഒരു പ്രവചനമുണ്ട്. അത് ഘാന മന്ത്രവാദി നേരത്തെ പറഞ്ഞു, ഹാരി കെയ്നെ പന്ത് തൊടാൻ ഇനി സമയം കിട്ടത്തില്ല, അങ്ങനെ ഒരു പ്രവചനം. ഹാരി കെയ്ൻ നമുക്കറിയാം ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ കളിക്കാരനാണ്, അവരുടെ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഘാന മന്ത്രവാദിയുടെ പ്രവചനം ഇംഗ്ലണ്ടിലെ കളിക്കാരനെതിരായിട്ട് പറഞ്ഞു. ഹാരി കെയ്നെ ശപിച്ചു ഇയാൾ. ആ ശാപം കൊണ്ട് അദ്ദേഹത്തിന് പന്ത് തൊടാൻ 19 പ്രാവശ്യം മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നൊരു പ്രവചനം ഇദ്ദേഹം നടത്തിക്കഴിഞ്ഞു. ഇത്തവണ അർജൻറ്റീനയ്ക്കെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശാപം. നോക്കൗട്ടിൽ കാബോ വെർദയോട് അർജൻറ്റീന തോൽക്കുമെന്നാണ് മന്ത്രവാദിയുടെ ഒരു ശാപം. അർജൻറ്റീന കാബോ വെർദ മത്സരം ജൂലൈ 3-നാണ്. അതേസമയത്ത് അർജൻറ്റീന ഘാന മത്സരത്തിൽ മെസ്സിപ്പട തോൽക്കുമെന്നും മന്ത്രവാദിയുടെ പ്രവചനം വന്നു കഴിഞ്ഞു. ഇംഗ്ലണ്ടിനെ ശപിച്ച് മന്ത്രവാദി നേരത്തെ പറഞ്ഞത് ഏറെക്കുറെ ശരിയായി എന്നാണ് ലോകത്തിലെ ഫുട്ബോൾ പ്രേമികൾ കാണുന്നത്. മന്ത്രവാദിയുടെ പ്രവചനത്തിൽ മെസ്സി ആരാധകർ തെല്ല് നടുങ്ങിയിട്ട് ഉണ്ട് എന്നാണ് വാർത്തകൾ പറഞ്ഞത്. അർജൻറ്റീന പരാജയപ്പെടുമെന്ന് മെസ്സി ആരാധകർക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല, നമുക്കറിയാം. മന്ത്രവാദി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മന്ത്രശക്തി കാബോ വെർദയെ സഹായിക്കും. കാബോ വെർദെ നമുക്കറിയാം ആഫ്രിക്കയുടെ വെസ്റ്റ് ഭാഗത്തുള്ള ചെറിയൊരു ഐലൻഡാണ്. 6 ലക്ഷം ജനങ്ങളെ അവിടെയുള്ളൂ. പക്ഷേ ആ കാബോ വെർദ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഐലൻഡ് ദ്വീപ് ഇന്ന് ലോകത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ശ്രദ്ധാകേന്ദ്രമാണ്. ഘാനയിലെ ആരാധകർ സ്റ്റേഡിയത്തിലെ ചില മന്ത്രങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടു. ഇംഗ്ലണ്ട് ഘാന മത്സരത്തിൽ മന്ത്രവാദിയുടെ ശാപം ഹാരി കെയ്നെതിരായിരുന്നു എന്ന് നമുക്കറിയാം. ആ സമയത്താണ് ഈ ആഭിചാരക്രിയകൾ അവിടുത്തെ ചില മന്ത്രവാദം അറിയാവുന്നവരും ആ സ്റ്റേഡിയത്തിന് അവിടെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ക്രൊയേഷ്യക്കെതിരായിട്ട് 2 ഗോൾ നേടിയ ഹാരി കെയ്നെ ഘാന മത്സരത്തിൽ 1 ഗോളും അടിച്ചില്ല. അതേസമയത്ത് പന്ത് തൊടാൻ ബുദ്ധിമുട്ടി എന്നാണ് മന്ത്രവാദി പറയുന്നത്. 19 പ്രാവശ്യം അദ്ദേഹം പന്തിൽ തൊട്ടിട്ടേ ഉള്ളൂ. നാനാ കൊയ്ക്ക് എന്ന് പറയുന്ന ഈ മന്ത്രവാദി, അയാൾ ബുധനാഴ്ചയുടെ ശാപം എന്നാണ് ഇയാളുടെ നാനാ കൊയ്ക്ക് ബോൺസാം എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. ഇതൊരു പോർട്ടുഗീസ് ഐലൻഡ് ആയിരുന്നു. അവിടുത്തെ ഭാഷ പോർട്ടുഗീസാണ്. 6 ലക്ഷം ജനങ്ങളുണ്ട്. വലിയ ഫുട്ബോൾ പ്രാന്തന്മാരാണ് അവരെല്ലാം. അവിടെ മന്ത്രവാദത്തിന് വലിയ ശക്തിയുണ്ടെന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ ആ മന്ത്രവാദിയാണ് ഈ മത്സരത്തിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ചില പ്രവചനക്കാരൻ. നാനാ കൊയ്ക്ക് ബൊൻസാം പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ ഏകദേശം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു. ഇംഗ്ലണ്ടിലെ ഹാരി കെയ്നെ പന്ത് പോലും ശരിക്കും തൊടാൻ പറ്റിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ ശക്തികൾ മുഴുവൻ ഇനി ഘാനയുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ മെസ്സിപ്പട ഈ നോക്കൗട്ട് റൗണ്ടിൽ അപ്രത്യക്ഷമാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. ഏതായാലും മന്ത്രവാദിയുടെ പ്രവചനത്തിനകത്ത് പുള്ളി ഈ മന്ത്രശക്തി അദ്ദേഹത്തിന് അർജൻറ്റീനയുടെ പുറത്ത് പ്രയോഗിക്കാൻ കഴിയും എന്നാണ് മന്ത്രവാദികളൊക്കെ പറയുന്നത്. ഘാനയിലും അതുപോലെ വെർദ ദ്വീപിലും ആഫ്രിക്കൻ കൺട്രിയിലൊക്കെ ധാരാളം മന്ത്രവാദികളുണ്ട്. അവർ ആ മന്ത്രത്തിൽ വിശ്വസിക്കുകയും അത് അനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ കഴിവുള്ളവരാണ് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ
ഈ മന്ത്രവാദി നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഇദ്ദേഹത്തിൻ്റെ പറ്റി ഇദ്ദേഹം പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക്, ആംസ്റ്റർഡാം, ബെർലിൻ, ഇറ്റലിയിലൊക്കെ ഇദ്ദേഹത്തിന് ധാരാളം ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഇദ്ദേഹം ചില റേഡിയോ പ്രോഗ്രാമൊക്കെ നടത്തും. രാജ്യാന്തര ടി വിയിലും പുള്ളി പോർട്ടുഗീസ് ലാംഗ്വേജിൽ ചില കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസിൽ ഇദ്ദേഹത്തെ പറ്റി 2 പ്രാവശ്യം ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. കാനയുമായി മത്സരത്തിൽ മെസ്സി സംഘവും ലോകകപ്പിൽ നിന്ന് പുറത്താകും എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. കാന മന്ത്രവാദിയുടെ പ്രവചനം ഫലിക്കുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. കാബോ വെർദ എന്ന് പറയുന്ന ആ ചെറിയ ദ്വീപ്, അത് ഇത്രയും വലിയൊരു ഫുട്ബോൾ ശക്തിയാണ് നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അവരുടെ കളിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാനയുടെയും ഈ കാബോ വെർദയുടെയൊക്കെ കളിയുണ്ട്. അത് അത്ര നിസ്സാര കളിക്കാരുമല്ല, നിസ്സാര നമ്മൾ എഴുതിത്തള്ളാൻ പറ്റുന്ന ശക്തികളുമല്ല. കാനയുടെ കളിയൊക്കെ നമ്മൾ കണ്ടു. ഏത് വിധത്തിലും കളി മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് കാന ടീം. അതുപോലെ തന്നെ കാബോ വെർദയും അങ്ങനെയൊക്കെ തന്നെ. അവിടെ ആ രാജ്യം 1975 മാത്രമാണ് ഇൻഡിപെൻഡൻസ് പോർട്ടുഗീസുകാരിൽ നിന്ന് നേടിയത് തന്നെ. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പ്രവചനത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. കാനയിൽ താമസിക്കുന്ന ഈ മന്ത്രവാദി, കാനയുടെ തലസ്ഥാനത്ത് തന്നെ 3 ആശ്രമങ്ങളുണ്ട് ഇദ്ദേഹത്തിന്. അവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തെ കാണാൻ ആൾക്കാരും വരുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രവചനത്തിന് എന്തെങ്കിലും ഫലമുണ്ടാകുമോ? ചെറിയ പ്രവചനമൊക്കെ നടത്തിക്കഴിഞ്ഞതൊക്കെ അതിനകത്ത് കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എങ്കിലും ഈ പ്രവചനത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മെസ്സിപ്പടയും മെസ്സിയുടെ ആരാധകരും. അവരും ശരിക്ക് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന് എതിരായിട്ട് ശബ്ദിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇദ്ദേഹം ചില്ലറക്കാരനല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. പോർട്ടുഗീസ് ഐലൻഡായിരുന്നു ഈ കാബോ വെർദ എന്ന് പറഞ്ഞ സ്ഥലം. എന്തായാലും കാനയിൽ താമസിക്കുന്ന ഈ മന്ത്രവാദി ലോകത്തിൽ ഇപ്പം വളരെ ശ്രദ്ധാകരമാണ്. അദ്ദേഹം ഫുട്ബോൾ പ്രേമികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയായിട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.